ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം. മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റോവ്, വാട്ടർ കൂളറുകൾ, ഡിന്നർ സെറ്റുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, അലുമിനിയം പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ക്രോക്കറി, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സ്, ബോട്ടിലുകൾ, സൈക്കിൾ, പ്രസന്റേഷൻ സെറ്റുകൾ, ഭരണികൾ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായ ചവിട്ടികൾ, കാർപ്പറ്റുകൾ, മോപ്പുകൾ, ചൂലുകൾ, ബ്രഷ് ഐറ്റംസ്, എല്ലാത്തരം ജാറുകളും, സ്റ്റീൽ കിച്ചൺ റാക്കുകൾ, ഉരുളി, വിളക്ക്, പറ തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഫോൺ 04884250 മികച്ച ബ്രാൻഡുകൾ, മികച്ച വിൽപ്പനാനന്തര സേവനം. ജനത ഫാമിലി ബസാർ. ചേലക്കര കുറുമല കോൺഗ്രസ് 112 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2, CBSE, NMMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുമായി കുറുമല കോഴക്കുമുറി കുന്നത്ത് ശശികുമാറിന്റെ വസതിയിൽ വെച്ച് 112 ബൂത്ത് കമ്മിറ്റി വിപുലമായ ചടങ്ങ് സംഘടിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഠിക്കണം എന്ന് എന്റെ ടീച്ചർമാർ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അന്നത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും. എൻ്റെ അച്ഛനെ 4 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിച്ചപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അമ്മ പണിക്ക് പോവുക, പിന്നെ 2 ചേട്ടന്മാർ പഠിക്കുന്നുണ്ട്, ഇടയ്ക്ക് സ്കൂളിൽ പോവും, ഇടയ്ക്ക് പണിക്ക് പോവും. 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം. 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് എൻ്റെ ഹിന്ദി ടീച്ചറുണ്ട്, ടീച്ചറുടെ പേര് കിള്ളിമംഗലത്താണ്. ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അല്ലേ, ശരിക്കും പഠിക്കാനുള്ള പുസ്തകമില്ല, നോട്ട് ബുക്ക് അയച്ചില്ല, നീ ഒരു കാര്യം ചെയ്യും, അതായത് ഏട്ടന്മാരൊക്കെ പഠിക്കണല്ലോ, അമ്മ പഠിക്ക് പോകണല്ലോ, നീ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 2 ആടിനെ മേടിച്ചു തരാം. ഇവിടെ തന്നെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അത് ചേട്ടായിക്കൊക്കെ അറിയാം. അങ്ങനെ 2 ആടിനെ മേടിച്ചു വന്നപ്പോൾ 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പഠിപ്പ് നിർത്തി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയതിന് ശേഷം ആ ആടിനെ മേടിച്ചുകൊണ്ട് 1 വർഷം നടന്നു. പക്ഷേ പഠിപ്പ് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ നെഞ്ചിങ്ങനെ പടയായിരുന്നു, വേണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കേണ്ട സമയത്ത് ഞാൻ ആട് മേടിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആടിനെ പ്രസവിച്ച ആടിനെ കിള്ളിമംഗലത്ത് ടീച്ചർ വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും ഞാൻ 6ാം ക്ലാസ്സിൽ വന്ന് ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നപ്പോൾ സ്വാഭാവികമായിട്ടും SSLCക്കും +2നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നൊരു ചടങ്ങും അതോടൊപ്പം തന്നെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും ആ ചടങ്ങാണ് ഇന്നോട് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിലൊക്കെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർക്ക് നൽകുന്ന പ്രോത്സാഹനം നാളുകളിൽ അവർ വീണ്ടും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവർക്കിതൊരു പ്രചോദനമാകണം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതൊക്കെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. വാർഡ് മെമ്പർ രമണി ഉൾപ്പെടെയുള്ള നിരവധി മുതിർന്ന നേതാക്കളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ പുതുതലമുറയുടെ വളർച്ചയിൽ കൂട്ടുകുടുംബങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പ്രത്യേകം പരാമർശിച്ചു. തന്റെ മകൻ ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിൽ എന്റെ അച്ഛനാണ് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോൾ തനിക്കുണ്ടായ അഭിമാന നിമിഷം അദ്ദേഹം വേദിയിൽ പങ്കുവച്ചു. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ സുഹൃത്തുക്കളെ പോലെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന അന്തരീക്ഷം ഉണ്ടാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേലക്കര പഞ്ചായത്ത് വികസന കാര്യങ്ങളിലും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം വാർഡുകളെയും ഒരുമിച്ച് ചേർത്തുപിടിച്ച് എന്നും കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഏകദേശം 25-30ഓളം പേർ ഇവിടെ നിന്ന് സമ്മാനം വാങ്ങാനുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മൊമെന്റോകൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് തുടർ പഠനത്തിനുള്ള ഒരു പ്രചോദനവും നിങ്ങളുടെ വീട്ടുകളിലുള്ള മറ്റു താഴെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് ചേച്ചിക്ക് വാങ്ങിയ മാതിരി അല്ലെങ്കിൽ ഏട്ടൻ വാങ്ങിയ മാതിരി ഒരു ട്രോഫി വാങ്ങണം എന്നൊരു പ്രചോദനം അവർക്ക് കിട്ടുന്നതിന് കൂടിയാണ് ഈ ട്രോഫി
സമൂഹത്തിൽ വെച്ച് എല്ലാവരും അംഗീകരിപ്പിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം ദൃശ്യമാധ്യമങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഞാൻ ഈ ട്രോഫി ഏറ്റെടുത്ത് വാങ്ങുന്നത് നാട്ടിലുള്ളവരും ഈ ഏരിയകളിലെ എല്ലാവരും അറിയട്ടെ. ആ അറിയുന്നത് നിങ്ങൾക്കൊരു പ്രചോദനമാകണം. അതുകൊണ്ട് തന്നെയാണ് തുടർ പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയാൻ കൂടിയാണ് ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്നത്. CCV ന്യൂസ് ചേലക്കര. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.